ഈശോയിൽ സ്നേഹമുള്ളവരെ, ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അവിടെ ഇങ്ങനെയാ പറഞ്ഞു വച്ചിരിക്കുന്നത്: അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്നും അങ്ങയുടെ യാതൊരു ദേശത്തെയും ഭൂമിയിൽ ആർക്കും തടയാനാവില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുകയാ അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്നും അങ്ങയുടെ യാതൊരു ദേശത്തെയും ഭൂമിയിൽ ആർക്കും തടയാനാവില്ല എന്നോ. ദൈവത്തിന്റെ പദ്ധതികളെ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ തടയാനാവില്ല എന്ന് ജോബ് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതം അതായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കരമുയർത്തി പറ മക്കളെ ഹല്ലേലൂയ. വചനം നമുക്കിങ്ങനെ ഏറ്റു പറയാം. ജോബ് 42:2. അല്പം കൂടി ഉച്ചത്തി പറഞ്ഞ് ജോബ് 42:2. അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്നും എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികളെ തടയുവാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു, ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിട്ടു. അപ്പോൾ ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലൂടെയാണ് ഈ ഭൂമിയിൽ ഏറിയാൽ 80, 100 അല്ല എങ്കിൽ 60, 40, 50 വർഷം ഭൂമിയിൽ ജീവിക്കേണ്ടത്. ദൈവിക പദ്ധതിയെ തടയുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യ ജീവിതത്തെ തടയുന്ന എത്ര വലിയ തിന്മയുടെ സ്വാധീനങ്ങളാകട്ടെ, അന്ധകാര ശക്തിയാകട്ടെ, പൈശാചിക പാപശക്തികളാകട്ടെ, അവയെ അതിജീവിക്കാൻ എൻ്റെ ദൈവം എനിക്കൊരു ശക്തി തരുന്നു. അതാ ജോബ് 42:2 പറയുന്നത്. കരമുയർത്തി പറ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് വെച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞ്, എന്നെക്കുറിച്ചുള്ള ദൈവമേ അങ്ങയുടെ പദ്ധതികളെ തടയുവാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ ജീവിത സാഹചര്യങ്ങളെയോ എൻ്റെ തൊഴിൽ മേഖലയെയോ എൻ്റെ മക്കളുടെ ഭാവിയെയോ ഒന്നും തടയുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ 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 പോരാ. ഉച്ചത്തിൽ ഉച്ചത്തിൽ വിളിച്ചു മക്കളെ, ഉച്ചത്തിൽ വിളിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, കർത്താവേ സ്തുതി, ആരാധന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91-ന്റെ 9-10 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 91-ാം സങ്കീർത്തനത്തിൻ്റെ 9-10 വാക്യം നമുക്ക് കാണാപ്പാടുമാണ്. എന്തായിരിക്കാം? നീ കർത്താവിൽ ആശ്രയിച്ചു, അതിനിൽ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത്? നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ളവരെ, എത്രയോ നാളുകളായി, വർഷങ്ങളായി ഈ വചനം ഞാൻ ഉരുവിടുന്നുണ്ടാകാം. എൻ്റെ ജീവിതത്തെ നോക്കി, കുടുംബത്തെ നോക്കി, പരാജയങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഈ 91-ാം സങ്കീർത്തനം നമ്മൾ ഉരുവിടുന്നവരാ. എന്നാൽ ഇന്ന് ഞാൻ ആശ്രയിച്ചിട്ടും ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ ആ കെട്ടുകളെ കുറിച്ച് അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കർത്താവിൽ ആശ്രയിച്ചിട്ടും ഈ ദൈവികമായ സംരക്ഷണം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തെ ഏതെങ്കിലും മേഖലയിൽ കൊണ്ട് തളച്ചിട്ടെന്ന് വരും. ഈ ജീവിതത്തിൽ
എൻ്റെ ജീവിതത്തിൽ ദൈവികമായൊരു സംരക്ഷണം, ദൈവികമായൊരു സമീപനമുണ്ട് എങ്കിൽ അതെനിക്ക് കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. രോഗപീഠകളാകട്ടെ, തകർച്ചകളാകട്ടെ, കടഭാരമാകട്ടെ, പാപത്തിന്റെ വഴികളാകട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ആശ്രയിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് ഉയർത്തുക തന്നെ ചെയ്യും. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. പോരാ, അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞ് ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, ഞാൻ അത്യുന്നതിൽ വാസമുറപ്പിച്ചു, എനിക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥം എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കരങ്ങൾ താഴ്ത്തിയിട്ടു ഇത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാ. ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കത്തില്ല. ഞാൻ വസിക്കുന്ന എൻ്റെ ജീവിത മേഖലകളിൽ ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിറങ്ങുമ്പോൾ, അല്ല എങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ എൻ്റെ മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ ഞാൻ ഇന്ന് തളർന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവ പൈതലേ, നീ മടങ്ങി വരണോ. ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അതൊരു വലിയ ശക്തി തന്നെയാ. ഈ ദൈവികമായ സംരക്ഷണം അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം നീ മുൻപോട്ട് നയിക്കുമ്പോൾ ഒരിക്കലും നിനക്ക് പരാജയം വരാൻ സാധ്യതയില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരനർത്ഥം എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത്, ഞാനായിരിക്കുന്ന മേഖലകളിൽ, ഞാനായിരിക്കുന്ന ഭവനത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 34 അധ്യായം 24 വാക്യം കൂടി ഇങ്ങനെ പറയുകയാ. പുറപ്പാട് 34:24, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും, നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും, വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിനോട് ആലോചന ചോദിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതങ്ങളെയും ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് ദൈവമായ കർത്താവ് പറയുകയാ. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞ് ഹല്ലേലൂയ. ഉണർവോട് പറഞ്ഞ് ഹല്ലേലൂയ. ആക്സിഡൻറ്റിൽ പെട്ടിട്ട്, ബൈക്ക് ആക്സിഡൻ്റ് ആകാം, കാർ ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ വീഴ്ചയിലാകാം, നട്ടലിൻ്റെ കണ്ണികൾക്ക് ഇന്നും വേദന, ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കർത്താവിൽ ആശ്രയിച്ച് അവൻ ഒരു ദൈവ പൈതലായി രൂപാന്തരപ്പെടുമ്പോൾ, ആ രൂപാന്തരപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകും. ഇതാണ് ദൈവിക സംരക്ഷണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പാപം ഉപേക്ഷിച്ച് തിന്മകളിൽ നിന്നകന്ന് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി, നാഥനായി സ്വീകരിച്ച് അവൻ ദൈവത്തിൻ്റെ മകനായി, മകളായി രൂപാന്തരപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ചുറ്റും അവൻ്റെ സകല മേഖലകളിലും ദൈവികമായ ഒരു സംരക്ഷണമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം വരികയാണ്. അതുകൊണ്ട് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ഉപേക്ഷിച്ച് ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ
രക്ഷകനായി നാഥനായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ചുറ്റും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിക്ക് ചുറ്റും ദൈവത്തിൻ്റെ വലിയ ആ സംരക്ഷണമുണ്ട് എന്ന് വചനം പറയുക. അതുകൊണ്ട് പറഞ്ഞത്, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും എന്ന് പറഞ്ഞാൽ, പാപകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയ ജീവിതമാണോ, പാപത്തിന്റെ പടുകുഴിയിൽ ആയിരിക്കുന്ന ഒരു മകനോ മകളായിക്കൊള്ളട്ടെ, അവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇതാ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവികമായ ഒരു വലിയ സംരക്ഷണമുണ്ടായി വരുന്നു. അതാണ് സഖറിയ പ്രവാചകൻ പറഞ്ഞത്. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപകരമായ അവസ്ഥയിൽ പിന്തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തോട് വിട പറഞ്ഞ് പാപത്തിൽ നിന്നും ഇതാ മുൻപോട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മകനായി മകളായി അവൻ മാറുന്ന സമയം, അത് ദൈവികമായ ഒരു വലിയ സംരക്ഷണം ആ വ്യക്തിക്ക് ചുറ്റുമുണ്ടാകുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാനന്ന് വരാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ 28 വർഷക്കാലമായി ഇന്ന് ദൈവരാജ്യ ശുശ്രൂഷയിൽ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തു പോകുകയാണ്. ഹല്ലേലൂയ. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകയിലാണ്. ഞാനെന്ന വ്യക്തി കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് 9 മക്കളിൽ 9ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ആദ്യ കുർബാന സ്വീകരിച്ചതിൻ്റെ ശേഷം പള്ളിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എൻ്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടമായി. 14ാമത്തെ വയസ്സ് മുതൽ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസത്തെക്കുറിച്ച്, ലെനിനിസത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ചിന്തയിൽ കടന്ന് ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായി അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ച് നടന്ന ഞാൻ, ദൈവമില്ല എന്ന് പഠിപ്പിച്ച ഞാൻ, പ്രിയപ്പെട്ടവരെ, 28ാമത്തെ വയസ്സിൽ 27ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടുമുട്ടാൻ കാരണമായി. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമില്ല, യേശുവില്ല എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ദൈവത്തിൻ്റെതായി മാറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യ കുർബാനയ്ക്ക് ശേഷം ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല. ആദ്യ കുർബാനയ്ക്ക് ശേഷം കുർബാന സ്വീകരിച്ചിട്ടില്ല. കമ്മ്യൂണിസത്തിൽ ആകർഷണമായി ജീവിതം വളരാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജ് യൂണിയനിലും അവിടെ ഇവിടെ എല്ലാം പങ്കുകാരനായി മുൻപോട്ട് നടന്നു. കുടുംബക്കാരുടെ വാക്കുകൾക്കോ സഭയുടെ വാക്കുകൾക്കോ വില കൊടുക്കാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കടന്നുപോയി. പക്ഷേ ഞാൻ പഠിപ്പിച്ചതും ഞാൻ ചെയ്തു കൂട്ടിയതും ഞാൻ കടന്നു വന്ന വഴികളും തെറ്റായിരുന്നു എന്ന് കാലം എന്നെ പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ച തത്വങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിന് ഉതകുന്നതായിരുന്നില്ല. പ്രിയപ്പെട്ടവര്, തകർച്ചകളിലേക്ക്, പാപത്തിൽ നിന്നോ പാപത്തിലേക്ക്, അവിശ്വാസത്തിലേക്കും തന്നെ എന്നെ നയിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ അന്നൊരു ദിവസം എന്നെ കൈവിട്ടപ്പോൾ മരണമോ ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നുപോയ എന്നെ ഒരു ദൈവദാസ് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തിന് അല്പം വിഷണൊക്കെ ഉള്ളതായിരുന്നു. ബാബു സാർ എന്ന് പറയുന്ന സഹോദരൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ബാബു സാറിൻ്റെ കൈപിടിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് ഒരാഴ്ചക്കാലം ധ്യാനം കൂടിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്ന്, ഞാൻ പഠിപ്പിച്ചതെല്ലാം തെറ്റായിരുന്നുവെന്ന്.
എൻ്റെ ജീവിതം പിശാചിന് വേണ്ടി മാറ്റിവെച്ച്, അങ്ങനെ പ്രിയപ്പെട്ടവര് ഒരു വിശുദ്ധ കുമ്പസാരത്തിലൂടെ, നല്ലൊരു കുമ്പസാരത്തിലൂടെ ആ യേശുവിനെ സ്വന്തമാക്കി അങ്ങനെ 28 വർഷമായി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റി. ഇന്ന് ലോകം മുഴുവൻ കർത്താവിൻ്റെ സാക്ഷ്യമാകാം. അതേ പ്രിയപ്പെട്ടവര്, എൻ്റെ യേശുവിനെ വിളിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു ദൈവ പൈതലിന്റെ മേലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുക തന്നെ ചെയ്യും. അതേ പ്രിയപ്പെട്ടവര്, ഇന്ന് ഞാൻ ഇതാ കേരളത്തിൽ അന്ന് പഠിപ്പിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദൈവമില്ല എന്ന് പഠിപ്പിച്ചുവെങ്കിൽ അത് തിരുത്തി പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളും സഞ്ചരിച്ചു കഴിഞ്ഞു. അതേ പ്രിയപ്പെട്ടവര്, ചെക്കൈനാറ്റിയിലോ ഗുഡ്നസ് ടിവിയിലോ ടിവിയിലുമൊക്കെ ലോകം മുഴുവൻ യേശുവിനെ കുറിച്ച് എനിക്ക് പറയുവാൻ എൻ്റെ ദൈവം എനിക്ക് അവസരം തന്നുവെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികള് ആർക്കും തടയാൻ സാധ്യമല്ല. കരമുയർത്തി പറ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെ കുറിച്ചുള്ള പദ്ധതി ഇതായിരുന്നു: തിരുത്തി പറയുക. തെറ്റായി പഠിപ്പിച്ചതൊക്കെ തിരുത്തി പറയാൻ ദൈവം എന്നെ അനുവദിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപവും പാപസാഗരവും ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പരിശുദ്ധ സഭയോട് ചേർന്ന് എൻ്റെ രൂപതയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അഭിമന്യ പിതാക്കന്മാരുടെ ചേർന്ന് എൻ്റെ രൂപതയിലെ വചനപ്രഘോഷണ മേഖലയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, എൻ്റെ കത്തീഡ്രൽ ഇടവകയിലെ പാരിഷ് മിനിസ്ട്രിയുടെ ഇതാ സെക്രട്ടറിയായും കുടുംബ കൂട്ടായ്മകളുടെ ലീഡറായും എനിക്ക് പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം അനുവാദം തന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് ഒരു സഹശുശ്രൂഷകനായും ഞാൻ ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വ്യക്തിയാ. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇത് തകർച്ചയ്ക്ക് വേണ്ടിയല്ല, ഇത് പരാജയപ്പെടാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും വീണ്ടും അനേകരെ ഉണർത്താൻ വേണ്ടി, അനേകരിലേക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി. അതേ പ്രിയപ്പെട്ടവര്, അങ്ങനെ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് മുൻപിൽ വഴിമാറുന്നത് കാണാനായിട്ട് സാധിക്കും. അതേ പ്രിയപ്പെട്ടവര്, ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിച്ചു. പ്രാർത്ഥിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവര്? പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, ഉറക്കെ പറ, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ കുടുംബത്തിന്റെ ഗതി മാറും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, കാലം തെളിയിച്ച കാര്യമാണ്. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറുമെന്ന്. കാരണം എന്താ? എത്ര വലിയ ബന്ധനമായിക്കൊള്ളട്ടെ, കെട്ടുകളായിക്കൊള്ളട്ടെ, എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ കെട്ടിവരിഞ്ഞിരിക്കുന്ന എത്ര വലിയ ശക്തികളാണെങ്കിലോ ആ ശക്തികളെ പൊട്ടിച്ചെറിയുവാൻ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. കരമുയർത്തി എന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. പ്രാർത്ഥനയ്ക്ക് എന്ത് പറ്റും? സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. ഈ സാഹചര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ബൈബിളിലൂടെ നീളം കാണുന്ന കാര്യമാണ്. ഈ ബൈബിളിലൂടെ നീളം കാണുന്നുണ്ട്. യേശുവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗുരു, സ്നാപക യോഹന്നാൻ തന്റെ
ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കൂടെ സഞ്ചരിച്ചവർ, യേശുവിന്റെ കൂടെ ആയിരിക്കുന്നവർ, യേശുവിനെ അനുധാവനം ചെയ്യുന്നവർ, അവർ പറയുക, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ ഈശോയോട് പറയാം, അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നത് ഞങ്ങളെ പഠിപ്പിക്കാമോ? ചെകിടരെ കേൾവി കൊടുക്കുന്നത് എങ്ങനെയാന്ന് പഠിപ്പിക്കാമോ? ഊമർ സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? തളർവാദക്കാർ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? പക്ഷെ അതൊന്നുമല്ല ഈശോയുടെ അടുക്കൽ വന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നത്. അവർക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്? ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളുടെ മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാകുന്ന തന്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. യേശു ചെയ്യുന്ന മഹാത്ഭുതങ്ങളുടെ മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാകുന്ന തന്ത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാ ഈശോ പ്രാർത്ഥിക്കുന്നത്? പകൽ സമയങ്ങളിൽ, സമതലങ്ങളിൽ, ഗ്രാമഗ്രാന്തരങ്ങളിൽ, കടലോരങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അനേകരെ സൗഖ്യത്തിലേക്കും ജീവനിലേക്ക് നയിക്കുന്നവർ അവർ കണ്ടു. അന്ധന്മാർ കാണുന്നതും ചെകിടർ കേൾക്കുന്നതും ഊമർ സംസാരിക്കുന്നതും അവർ കേട്ടു. അതിൻ്റെ എല്ലാം പിന്നിലെ ഒരു ശക്തി എന്താണെന്ന് അവർ അറിഞ്ഞു. ആ ശക്തി എന്താ? പ്രാർത്ഥനയാ. പിതാവുമായിട്ടുള്ള രാത്രിയുടെ യാമങ്ങളിൽ തന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ അടുക്കൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കൈവിരിച്ചു പിടിച്ചുള്ള ആ പ്രാർത്ഥനയാണ് ഈ അത്ഭുതത്തിന്റെ തന്ത്രമെന്ന് മനസ്സിലാക്കിയ പ്രിയ ശിഷ്യന്മാർ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കരമയറ്റി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തി പറഞ്ഞ് ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കെണിയായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളിലായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങളിൽ നിന്നോ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ പ്രാർത്ഥന വേണം. പാപം ഉപേക്ഷിച്ച് തിന്മയിൽ നിന്ന് അകന്ന് യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് അത്ഭുതമായിരിക്കും. അല്ല എങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആമേൻ പറഞ്ഞാലും, എത്രയും സ്തോത്രം പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം കാണാൻ നിനക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയാകുന്ന ജീവിതം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആര് മുൻപോട്ട് പോകുന്നുവോ അവന്റെ അവളുടെ ജീവിതം അനുഗ്രഹത്തിന്റെയും സൗഖ്യത്തിൻ്റെതുമാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും? പ്രാർത്ഥിച്ചാൽ ജീവിതം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എൻ്റെ കൂടെ ഇന്ന് എറണാകുളത്തുനിന്ന് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട്. എറണാകുളത്തുനിന്ന് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട്. അവരുന്നത നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുമായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ലിനി എന്ന് പറയുന്ന സഹോദരി കേരള വാട്ടർ അതോറിറ്റിയുടെ കോഴിക്കോട് ജില്ലയുടെ ജനറൽ മാനേജറാണ്. അദ്ദേഹം തൃക്കാക്കര എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. ഇവിടെ ജീവിതത്തിലേക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി. ലിനിയുടെ ജീവിതം ക്യാൻസറിന്റെ പിടിയിലേക്ക് അമർന്നു. ക്യാൻസർ എന്ന് പറയുമ്പോൾ 4th സ്റ്റേജിലേക്ക് എത്തി. അമ്മകൾ ക്യാൻസറിന്റെ പിടിയിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇവർക്ക് എന്നെ അറിയത്തില്ല, എനിക്കിവരെയും അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു പ്രോഗ്രാം ഷക്കൈന ടിവിയിൽ തീപിടിച്ചവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ട് രോഗക്കിടക്കിൽ കിടന്നുകൊണ്ട് ഈ മകൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ക്യാൻസർ എന്ന് പറയുമ്പോൾ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പലരും മരിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എൻ്റെ നമ്പർ തേടിയെടുത്ത് ഈ സഹോദരി എന്നെ വിളിക്കുക.
എൻ്റെ വീട്ടിൽ വന്നെന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? TV പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. നല്ലപോലെ കേൾക്കാമല്ലോ അല്ലേ? കരമയറ്റി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വരുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ജീവിതത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇവര് 1 മാസക്കാലം 2 മാസക്കാലം എൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, പല ദിവസങ്ങളും പ്രോഗ്രാമുകളായതുകൊണ്ട് കാത്തിരുന്ന് അന്നൊരു ദിവസം പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നാളെ നീ അവരുടെ വീട്ടിൽ പോകണം. തലേദിവസം രാത്രി പറയുന്നു അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹ്യൂമയൊക്കെ എടുത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ മുടിയെല്ലാം പൊഴിഞ്ഞ് നിരാശയിൽ കഴിയുകയാണ്. ഞാനും എൻ്റെ ടീമിലുള്ള 2-3 സഹോദരങ്ങളും ഇവിടെ എറണാകുളത്തുള്ള വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ലിനി, കർത്താവ് നിങ്ങളിലൂടെ ജീവിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിലൂടെ ജീവിക്കും. ക്യാൻസർ എന്ന് കേട്ടാൽ മരണമല്ല മുന്നിൽ, ജീവിതമാ. പ്രിയപ്പെട്ടവരെ, അവിടെ മുറിയിലിരുന്ന് 2 മണിക്കൂർ സമയം പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ഒരു ജപമാലയൊക്കെ ചൊല്ലി ആ വീട്ടിലിരുന്നൊരു ചെറിയ വചനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരാൻ നേരത്ത് കർത്താവിൻ്റെ സന്ദേശം ഇതായിരുന്നു: സഹോദരി, നീ നിന്റെ ജോലിയോടൊപ്പം നീ അനേകം ആളുകളുടെ മുന്നിൽ, ആയിരങ്ങളുടെ മുന്നിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന നമ്മളായി മാറുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ ഈ മകള് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഫസർ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ഇവർക്ക് ദാനമായി കൊടുത്ത 3 പെൺകുട്ടികളുണ്ട്. അവർ പറഞ്ഞു, വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നടന്നത് ഒരു 4 മാസങ്ങൾക്ക് മുമ്പാ, 3 മാസങ്ങൾക്ക് മുമ്പാ. പിന്നെ എനിക്ക് ഇവരുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതിൻ്റെ ദിവസം അടുത്തു. ആ ദിവസം അടുത്തപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, നാളെ സർജറിയാ ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം. ഇല്ല, എൻ്റെ കർത്താവ് എനിക്ക് സന്ദേശം തന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സർജറി അല്ല, നീ ജീവിക്കാൻ പോകുക, നിന്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഓപ്പറേഷൻ അവിടെ നടന്നില്ല. ഓപ്പറേഷൻ നടന്നില്ല. പിന്നെ ഇവർ പോകുന്നത് ഇരാലുവായിക്കടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ആ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് നമുക്ക് സർജറിയുടെ ആവശ്യമില്ലല്ലോ, സർജറിയുടെ ആവശ്യമില്ലല്ലോ. ചെറിയ ഒരു സാധനമുണ്ട്, നമുക്കെടുത്ത് കീറിക്കളയാം. സർജറി നടന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ആ എടുത്ത സാധനം പരിശോധനയ്ക്ക് അയച്ചു. റിസൾട്ട് കഴിഞ്ഞ ആഴ്ച അന്ന് തോന്നുന്നു വന്നത്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവർ സന്തോഷത്തോടെ കണ്ണുനീരോടെ പറയുക, എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. ക്യാൻസറിന്റെ ഒരണുക്കൾ പോലും എൻ്റെ ശരീരത്തില്ല എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. പോര മക്കളെ, ഈ കരമടി. ജീസസ് alive, ജീസസ് here. യേശു ഇന്നും ജീവിക്കുന്നു, അവൻ സമീപത്തുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എൻ്റെ ക്യാൻസർ എടുത്തു മാറ്റി. എൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ ഒരു കണിക പോലുമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമയക്കുറവുകൊണ്ടാണ് അവരുടെ കൊടുക്കാതിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവര്, ഇതുകൂടെ ഞാൻ 2ാം പ്രാവശ്യം അവരെ കാണുന്നത്. ഹല്ലേലൂയ. അവർ അന്ന് മുതൽ എന്നോട് പറഞ്ഞു, എവിടെയാണ് ബ്രദറെ അടുത്ത് ധ്യാനമുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തായിരുന്നു, കൊല്ലത്തായിരുന്നു. ഇന്നലെ അവിടെ ഒരു ഇടവക ധ്യാനമായിരുന്നു. ഇന്നലെ രാത്രി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അവർക്ക് ഇന്നിവിടെ വരണമെന്ന് ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ
മാറ്റം വരുത്താൻ പറ്റും. ഞാനും നിങ്ങളും ആശ്രയിച്ച്, ഈ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികളാകട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, രോഗമാകട്ടെ, കടഭാരമാകട്ടെ, അതിൽ നിന്നും എൻ്റെ ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കും. കരമുറ്റി പറ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് നമുക്ക് എന്താ ഒരു അരക്ഷിതാവസ്ഥയാണ്. ഒരു കടഭാരം വന്നാലോ, ഒരു രോഗം വന്നാലോ, ഒരു കുടുംബ പ്രശ്നം വന്നാലോ, അസ്തമിച്ചു പോകുന്ന, തീർന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നാളുകളായിട്ട് ഈ പെടലി ഞരമ്പുകൾക്ക് അതികഠോരമായ വേദനയുള്ള ആരെയോ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. 3 പേരെ സൗഖ്യപ്പെടുത്തുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ കർത്താവ് സൗഖ്യം തരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൽ ഈ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. എന്താ ഇതിന് കാരണം? ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ? എന്റെ ദൈവം എവിടെ എന്നന്വേഷിക്കുകയാണ്. എൻ്റെ ദൈവം എവിടെ എന്ന് ഞാൻ അന്വേഷിക്കുക. ആ പാട്ടുകാരൻ അന്ന് പാടിയില്ലേ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുണ്ടോ? ഇവിടെയുണ്ടോ? ഒരിടത്തുമില്ല. എൻ്റെ യേശുവിനെ കാണണം. എൻ്റെ യേശുവിനെ എനിക്ക് കാണണമെങ്കിൽ ഞാൻ എന്നിലേക്ക് വരണം. എന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയാ ഞാൻ ആകേണ്ടത്? എൻ്റെ ജീവിതത്തെ വലയം ചെയ്തു നിൽക്കുന്ന തിന്മയുടെ, അശുദ്ധിയുടെ മേഖലകള് എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞാൻ എൻ്റെ യേശുവിൻ്റെതായി മാറുമ്പോൾ എൻ്റെ യേശുവിനെ അവിടെ കാണാനായിട്ട് സാധിക്കും. കരമുറ്റി പറ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, പലരുടെയും ജീവിതത്തിൽ ഒരരക്ഷിതാവസ്ഥയുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകും? എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു അരക്ഷിതാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ അരക്ഷിതാവസ്ഥ? പ്രിയപ്പെട്ടവരെ, അവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം പറയുന്നു, എലീശയുടെ ഭൃത്യൻ അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ച. എലീശയുടെ ഭൃത്യൻ അതിരാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, കണ്ട കാഴ്ച എന്താ? തൻ്റെ യജമാനനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സൈന്യം വന്ന് നിൽക്കുന്നതാ കാണുന്നത്. വലിയൊരു സൈന്യം നിൽക്കുന്നതാ കണ്ടത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ച കണ്ടിട്ട്, അതിരാവിലെ കാഴ്ച കണ്ടിട്ട് ഈ എലീശയുടെ ഭൃത്യൻ നിലവിളിച്ചുകൊണ്ടാ ഈ എലീശയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നമ്മൾ രാവിലെ കതക് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മുറ്റത്ത് 2 കാട്ടാനയാണെങ്കിൽ എന്തു ചെയ്യും? ചിലപ്പോൾ കരയും, ചിലപ്പോൾ തിരിച്ചോടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ എലീശയുടെ ഭൃത്യൻ കണ്ട കാഴ്ച, വലിയൊരു സൈന്യം വന്ന് നിൽക്കുന്നു. എലീശയെ പിടിക്കാൻ വന്നിരിക്കുകയാ. അപ്പൊ ഈ ഭൃത്യൻ ഓടിച്ചെന്നിട്ട് എലീശയോട് പറഞ്ഞു, അയ്യോ യജമാനനെ, ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനി നമ്മൾ എന്തു ചെയ്യും? നമ്മളൊക്കെ ചോദിക്കും. ഒരു വഴിയില്ലാതെ വരുമ്പോൾ ചോദിക്കും, പരസ്പരം ചോദിക്കും, ചേട്ടാ ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനി മക്കളെ നമ്മൾ എന്തു ചെയ്യും? എല്ലാ വഴികളും അടഞ്ഞുപോയി എന്ന് കരുതുന്നവർ പറയും, ഓ ഇനി എന്ത് ചെയ്യും? അതുപോലെ ചോദിക്കുക, എലീശയുടെ ഭൃത്യൻ ചോദിക്കുക, ഇനി നമ്മൾ എന്തു ചെയ്യും? ഉറക്കം വരുന്നവരെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എലീശയുടെ ഭൃത്യൻ ചോദിക്കുന്ന ചോദ്യം, ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഉറക്കെ പറഞ്ഞു, ഇനി നമ്മൾ എന്തു ചെയ്യും? എല്ലാവരും പറഞ്ഞു, ഇനി നമ്മൾ എന്തു ചെയ്യും? ഹല്ലേലൂയ. അതിന് ഉത്തരമാ പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എലീശയുടെ ഭൃത്യൻ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ എലീശ അവനോട് പറഞ്ഞ എന്താ? ഭയപ്പെടണ്ടെന്നാ പറഞ്ഞത്. ഭയപ്പെടണ്ട,
കർത്താവിനോട് എന്നിട്ട് പറയുകയാ, ഈ കരഞ്ഞുകൊണ്ട് വന്ന എലീശയുടെ ഭൃത്യനോട് എലീശ പറയുക, ഭയപ്പെടണ്ട, അവരെ കഴിഞ്ഞും വലിയൊരു സൈന്യം നമ്മുടെ കൂടെ ഉണ്ടെന്നാ പറയുന്നത്. അവരുടെ സൈന്യത്തെ കഴിഞ്ഞും വലിയൊരു സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഇവൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. എലീശ പ്രാർത്ഥിച്ച എന്താണെന്നറിയാമോ? കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കണേ, എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഒന്ന് പറഞ്ഞേ, കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇത് ശരിയാണോ നിങ്ങൾ പറഞ്ഞത്? തുറന്നിരുന്ന നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ വീണ്ടും നിങ്ങൾ പറയുകയാണോ? നിങ്ങൾ കണ്ണു തുറന്ന് ഇരിക്കുന്നത് കൊണ്ട് പാപിയും ബലഹീനനും അയോഗ്യനുമായ ദാസന് ഈ സ്റ്റേജിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ബലിപീഠത്തിൽ യേശു നിൽക്കുന്നത് കാണാൻ പറ്റും, പരിശുദ്ധ അമ്മ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ കണ്ണുകളിൽ മറ്റൊന്നുകൂടി കാണണം. ഈ തുറന്നിരിക്കുന്ന കണ്ണുകളിൽ മറ്റൊന്നും കൂടി കാണണം. അതിനുവേണ്ടി എലീശ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവേ, ഈ കണ്ണുകളെ തുറക്കണമേ. എന്ത് കാണാനാ പ്രിയപ്പെട്ടവരെ? തുറന്നിരിക്കുന്ന കണ്ണുകളിൽ ദൈവികമായ ഒരു സംരക്ഷണം കാണാം. ഇന്ന് എന്റെയും നിങ്ങളുടെയും കണ്ണുകള് തുറന്നിരിക്കുകയാ. ഈ തുറന്നിരിക്കുന്ന കണ്ണുകളിൽ ദൈവത്തിന്റെ ഒരു സംരക്ഷണം കാണേണ്ടതുണ്ട്. കരമുയർത്തി പറ മക്കളെ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊക്കെ കാണുന്ന ഈ കണ്ണുകൊണ്ട് കാണുന്നത് പ്രശ്നങ്ങളാ, കൊലപാതകമാ, മയക്കുമരുന്ന, പിടിച്ചുപറിയ, ആത്മഹത്യ, എന്തെല്ലാം പാപത്തുണ്ട്. അശുദ്ധികളെ ഈ കണ്ണുകളിൽ കാണുന്നത്. എന്നാൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ പ്രശ്നങ്ങളെ അടുത്തു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സംരക്ഷണത്തെ കാണാൻ ദൈവ പൈതല് നീ ആഗ്രഹിച്ചാൽ അത് നിനക്ക് കാണാൻ പറ്റും. കരമുയർത്തി പറ മക്കളെ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കണമെങ്കിൽ, കേരളത്തിലെ ചോരപ്പുഴ നിലയ്ക്കണമെങ്കിൽ, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നോ യുവതലമുറ മാനസാന്തരത്തിലേക്ക് വരണമെങ്കിൽ, ആത്മഹത്യയുടെ പിടിയിൽ നിന്നോ ഈ ജനം രക്ഷപ്പെടണമെങ്കിൽ, ദൈവവൈദ്യര് ഞാനും നിങ്ങളോ ഇന്നും ദൈവത്തിന്റെ ഈ സംരക്ഷണം കാണേണ്ടിയിരിക്കുന്നു. അത് ഈ സംരക്ഷണം കണ്ടാൽ നിനക്ക് മനസ്സിലാകുമോ ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവമക്കളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന തിന്മയുടെ സ്വാധീനങ്ങൾക്ക് സമീപത്ത് ഏതെങ്കിലും ഒരു ദൈവവൈദ്യല സംരക്ഷണം കാണാൻ ആഗ്രഹിച്ചാൽ അത് കാണും, അത് കാണിക്കും ദൈവം. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. കമ്പായി നമുക്ക് മടങ്ങി വരാം. എലീശയുടെ ഭൃത്യന്റെ അടുക്കലേക്ക് പോകാം. ഭൃത്യനു വേണ്ടി എലീശ പ്രാർത്ഥിക്കുക. എലീശ പ്രാർത്ഥിച്ചെന്താ? ഒരേ ഒരു വാക്ക്, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. എലീശ പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയാ? ഇതാ ദൈവിക സംരക്ഷണം കാണട്ടെ. സാത്താന്റെ ശക്തി മാത്രമല്ല, ലോകത്തിന്റെ ശക്തി മാത്രമല്ല, ദൈവികമായ ഒരു സംരക്ഷണം ഇവിടെ നിൽക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ എലീശ പ്രാർത്ഥിച്ചത്, തുറന്നിരിക്കുന്നവന്റെ കണ്ണിൽ ദൈവിക സംരക്ഷണം കാണുന്നു. തുറന്ന് ഇതാ മുൻപോട്ട് പോകുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന്റെ അംശം കാണുന്നു. അതിനുവേണ്ടി എലീശ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? വചനം പറയുകയാ, തൽക്ഷണം തന്നെ അവന്റെ കണ്ണ് തുറന്നു. അത് സംഭവിച്ചു സഡൻലി, പെട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചു എന്ന വചനം പറയുന്നത്. മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നില്ല. പ്രാർത്ഥിച്ചിട്ട് ഉത്തരത്തിന് വേണ്ടി മണിക്കൂറുകൾ കാത്തിരുന്നില്ല. അപ്പൊ തന്നെ അത് സംഭവിച്ചു. അപ്പോൾ തന്നെ അത് സംഭവിച്ചു. എങ്ങനെ അവൻ കാണുന്നത്? തൽക്ഷണം തന്നെ അത് സംഭവിച്ചു. തന്റെ യജമാനന് ചുറ്റും ആഗ്നേയരഥങ്ങളും കുതിരകളുമായി ഒരു വൻ സൈന്യം വലയം ചെയ്ത് സംരക്ഷണം തിരിക്കുന്നത് അവൻ കണ്ടു. അവൻ കണ്ട കാഴ്ച, ഈ തുറന്നിരുന്ന കണ്ണുകളിൽ അവന് കാണാൻ പറ്റിയ കാഴ്ച
തൻ്റെ യജമാനന് ചുറ്റും, തൻ്റെ യജമാനന് ചുറ്റും, അത്ഭുതങ്ങൾ ചെയ്യുന്ന വീരപുരുഷന് ചുറ്റും, ദൈവദാസന് ചുറ്റും വലിയൊരു സംരക്ഷണം. എങ്ങനെയാ? തൻ്റെ യജമാനന് ചുറ്റും അഗ്നിരഥങ്ങളും കുതിരകളുമായി ഒരു വൻ സൈന്യം വലയം ചെയ്ത് സംരക്ഷണം തിരിക്കുന്ന കാഴ്ച കണ്ടു. അവന്റെ ഭയം വിട്ടുപോയെന്നാ പറഞ്ഞത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ സമീപത്ത് ആരുണ്ടാകാം? നിങ്ങളുടെ കടബാധ്യതയുടെ മുൻപിൽ, നിങ്ങളുടെ രോഗത്തിൻ്റെ അടുക്കൽ, നിന്റെ കുടുംബ പ്രശ്നങ്ങളുടെ സമീപത്ത് ജീസസ് ഹിയർ, അവനുണ്ട്. ദൈവ സംരക്ഷണമുണ്ട്. നിന്നെ കൈപിടിച്ചുയർത്താൻ. അത് പ്രിയപ്പെട്ടവരെ, നിന്നെ കൈപിടിച്ചുയർത്താൻ 28 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാള സ്റ്റേജിൽ 7ാമത്തെ ആ തൂണിൻ്റെ ചോട്ടിലിരുന്ന പാപിയും ബലഹീനമായ ദാസ് ആ യേശുവിനെ സ്വീകരിച്ച എങ്ങനെയാ? ദിവ്യകാരുണ്യമായി സ്വീകരിച്ചപ്പോൾ അതൊരു തീക്കട്ടിയായി എൻ്റെ നാവിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ 28 നീണ്ട വർഷങ്ങൾ എനിക്ക് കേരളത്തിനകത്തും പുറത്തും പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചുവെങ്കിൽ ഈ ദിവ്യകാരുണ്യമാണ് എൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അവനാണ് യേശു. യേശുവിനെ കൈക്കൊണ്ടിട്ട് ഞാൻ പരാജയപ്പെടുക, ഞാൻ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി അകലുക, ആത്മഹത്യയിലേക്ക് പോകുക, പിടിച്ചുപറിയിലേക്ക് പോവുക, നിരാശയിലേക്ക് പോവുക. ഇല്ല ദൈവ പൈതലേ, യേശു നിന്റെ കൂടെയുണ്ട്. യേശുവിനെ നീ കാണണം, യേശുവിനെ നീ അനുഭവിക്കണം. നീ തനിച്ചല്ല. നീ പറയണം, എൻ്റെ സമീപത്ത്, എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. നീ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ നീ തിരിച്ചറിയണം, ആ ദൈവികമായ സംരക്ഷണം നീ തിരിച്ചറിയണം. അത് പ്രിയപ്പെട്ടവര്, മറ്റൊരു കാര്യം കൂടി പറയാം. ദൈവിക സംരക്ഷണത്തെ കുറിച്ച് ഒരു സംരക്ഷണം കൂടെ പറയുമ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന 11:30 മണി സമയമാകും. അതാ ഞാൻ പറഞ്ഞത്, സമയം അതിവേഗം കടന്നു പോകുമെന്ന്. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവിക സംരക്ഷണം എത്ര വലുതാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത് 1812 റഷ്യയുടെ ഭരണകർത്താവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയും. ഈ അലക്സാണ്ടർ ചക്രവർത്തി 23ാമത്തെ വയസ്സിലാണ് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൻ യേശുവിനെ കണ്ടുമുട്ടിയ കഥയാ പറഞ്ഞത്. ഞാൻ എന്ന വ്യക്തി 27ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയതുപോലെ അലക്സാണ്ടർ ചക്രവർത്തി 23ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടുമുട്ടുകയാ. പ്രിയപ്പെട്ടവരെ, ആ യേശുവിനെ കണ്ടുമുട്ടിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിന്റെ മുന്നിൽ, ആ രാജ്യത്തിന്റെ മുൻപിൽ ഒരു പ്രതിസന്ധി ഉയർന്നു. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ രോഗപീഠയുള്ള 2 പേരെ ഈശോ തൊടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1812 എന്ന് പറയുമ്പോൾ ഒത്തിരിയൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ദേവാലയം പണിതിട്ട് 600 വർഷമായി. ഇതേന്ന് പറയുമ്പോൾ, അതേ പ്രിയപ്പെട്ടവർ, 1812 എന്ന് പറയുമ്പോൾ 212 വർഷമൊക്കെ ആയിട്ടുണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അലക്സാണ്ടർ ചക്രവർത്തി റഷ്യയുടെ ഭരണകർത്താവായിട്ട് വാഴുന്ന സമയത്ത് നെപ്പോളിയന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് സൈന്യം റഷ്യയെ കീഴടക്കാനായിട്ട് വന്നു. അന്ന് റഷ്യയെ കഴിഞ്ഞും വലുതാണ് നെപ്പോളിയന്റെ ഫ്രഞ്ച് സൈന്യം. അപ്പം ഈ ഫ്രഞ്ച് സൈന്യം വരുന്നത് അറിഞ്ഞിട്ട് അലക്സാണ്ടർ ചക്രവർത്തി ഭയപ്പെട്ടില്ല. ഒരു രാജ്യത്ത് യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണകർത്താക്കൾ ആദ്യം ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക സൈന്യ സാങ്കേതിക വകുപ്പുകളെ ഒന്നിച്ചുകൂട്ടി ആരായും ഇത് എങ്ങനെ യുദ്ധം വിജയിക്കാൻ സാധിക്കുമെന്ന്, ഈ രാജ്യത്ത് എങ്ങനെ യുദ്ധം വിജയിക്കാൻ സാധിക്കുമെന്ന്. അതാണ് ഭരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
എന്നാൽ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സൈന്യം ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞ സമയത്ത് രാജസദസ്സിൽ ഒരു പുരോഹിതനുണ്ടായിരുന്നു. പുരോഹിതൻ എന്ന് പറയുമ്പോൾ രാജകൊട്ടാരത്തിൽ ബലിയർപ്പിക്കുവാൻ ഒരു പൗരോഹിത്യ അധികാരത്തോടെ ഒരാളുണ്ടായിരുന്നു. ഈ അലക്സാണ്ടർ ചക്രവർത്തി ആദ്യം വിളിപ്പിച്ചത് ആ പുരോഹിതനെയാ. പുരോഹിതനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ യുദ്ധം നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും? ശാസ്ത്ര സാങ്കേതിക ഉപദേശങ്ങൾക്ക് പകരം ആത്മീയമായ ഒരു ഉപദേശം തേടുകയാ. എങ്ങനെ നമുക്ക് യുദ്ധം വിജയിക്കാൻ സാധിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശുവിനെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ ചക്രവർത്തിക്ക് ചോരപ്പുഴ ഒഴുക്കാൻ ആഗ്രഹമില്ല. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട കടമ, തൻ്റെ രാജ്യത്തിൻ്റെ ഒരു പ്രജ പോലും നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കേണ്ട ചുമതല ഭരണകർത്താവിനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താ ഈ ചക്രവർത്തി പുരോഹിതനോട് ചോദിച്ചു, എങ്ങനെ നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഈ പുരോഹിതൻ അല്പസമയത്തിന് ആ ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിൻ്റെ മുൻപിൽ മുട്ടിന്മേൽ വീണ് ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, ആലോചന ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദിക്കാൻ കാരണം? ജെറമ്യയുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്താമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വചനം വെച്ചിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, ഞാൻ എന്താണ് ഈ ചക്രവർത്തിക്ക് കൊടുക്കേണ്ട മറുപടി? ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില സന്ദേശങ്ങൾ തരും. ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, കുറെ സമയം കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതൻ തിരിച്ചു വന്നിട്ട് ചക്രവർത്തിയുടെ അടുക്കൽ നിന്ന് പറയുകയാ, പ്രഭു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കിതാണ് സന്ദേശം തരുന്നത്. അങ്ങീ രാത്രി മുഴുവൻ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ 2 കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു ഭരണകർത്താവിനോട് ഒരു പുരോഹിതൻ പറയുകയാണ്, ഈ രാജ്യത്ത് വീണ്ടെടുക്കുവാൻ അങ്ങ് 2 കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചുകൊണ്ട് 91-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കണം. എപ്പം വരെയാ? രാത്രി വെളുക്കോളം, രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ. അതേ പ്രിയപ്പെട്ടവര്, കരങ്ങൾ താഴ്ത്താൻ പാടില്ല. പുരോഹിതൻ പറഞ്ഞു കൊടുത്ത കാര്യമാ. പുരോഹിതന്റെ വാക്കുകൾ ഈ ചക്രവർത്തിക്ക് ദൈവത്തിന്റെ വാക്കുകളാ. ഹല്ലേലൂയ. ഉറക്കെ പറ മക്കളെ, ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. പുരോഹിതന്റെ വാക്കുകൾ ചക്രവർത്തിക്ക് ദൈവത്തിന്റെ വാക്കുകളാ. അദ്ദേഹം പറഞ്ഞതാ 91-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. നമ്മൾ വായിക്കുന്നതല്ലേ? അല്ലേ? എന്താ വായിക്കുന്നത്? അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് പറയുന്ന 3 കാര്യമാ. ഒത്തിരി കാര്യമൊന്നും പറയുന്നില്ല അതില്. എത്ര കാര്യം പറയുന്നു? 3 കാര്യം. ഓറഹൽ, ഔനാനഹൽ, ജൂറഹൽ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുന്ന കാര്യം 3. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അങ്ങ് മാത്രമാണ്. ഹല്ലേലൂയ. നോക്കണേ, പുരോഹിതന്റെ മേലുള്ള ആ വലിയ അഭിഷേകം ബലിയർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആ ബലിപീഠത്തിങ്കൽ നിന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഭരണകർത്താവിന് കൊടുക്കേണ്ട മറുപടിയാ പറയുന്നത്. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. ലോകം നോക്കി ചിരിക്കും വേണേ. ഈ 3 കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. മറ്റൊന്നും പറയണ്ട.
വേറെന്തെങ്കിലും പറയണോ? വേണ്ട. 3 കാര്യം പറഞ്ഞാൽ മതി. രാത്രി വെളുക്കോളം പറയണം, നീ എന്റെ സങ്കേതം. ഓ കർത്താവായ യേശുവേ, ഈ രാജ്യത്തിന്റെ സങ്കേതം എന്ന് പറയുന്നത് അങ്ങാണ് എന്നാണ് ചക്രവർത്തി പറയുന്നത്. അതിന്റെ അർത്ഥമല്ല, ഈ രാജ്യത്തിന്റെ സങ്കേതം യേശുവേ അങ്ങാകുന്നു. നീയാകുന്നു സങ്കേതം വിട്ട് ഞാനും എന്റെ പ്രജകളും എവിടെ ഒളിക്കണമെന്ന് ചക്രവർത്തി പ്രാർത്ഥിക്കുകയാ. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ, നീയാകുന്ന സങ്കേതം വിട്ട് ഈ പ്രജകളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണം? നീയാണ് സങ്കേതം. യേശുവേ, നീയാണ് സങ്കേതം. രണ്ടാമത് എന്താ പറയുന്നത്? നീ എന്റെ കോട്ടയാ എന്ന് പറഞ്ഞാൽ എന്താ? റഷ്യ എന്ന രാജ്യത്തിന്റെ കോട്ട നീയാകുന്നു എന്നാണ് ഈ പുരോഹിതൻ പറഞ്ഞു കൊടുത്തത്. അതാ ചക്രവർത്തി പറയുന്നത്, ഈ രാജ്യത്തിന്റെ കോട്ട എന്ന് പറയുന്നത് നീയാ യേശുവേ. ഈ കോട്ട ഭേദിച്ച് ഒരു ശത്രുവിനും ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഈ ചക്രവർത്തി പറയുകയാ. കരമുയർത്തി പറ മക്കളെ, ഹല്ലേലൂയ. യേശുവേ, നീയാകുന്ന കോട്ട തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. 2 കാര്യങ്ങൾ കടന്നുപോയി. 3ാമത് പറയുന്ന കാര്യം എന്താ? എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. എനിക്ക് പല ദൈവങ്ങളില്ല, എനിക്ക് പല വിശ്വാസങ്ങളില്ല. ഒരു വിശ്വാസമായി എനിക്കുള്ളത്. കത്തോലിക്ക വിശ്വാസിയായി ഞാൻ യേശുവേ നിന്നിൽ മാത്രമാ വിശ്വസിക്കുന്നത്. അതാണ് ചക്രവർത്തി പറയുന്നത്. എനിക്ക് പല ദൈവങ്ങളില്ല, എനിക്കൊരു ദൈവമേ ഉള്ളൂ. 23-ാമത്തെ വയസ്സിൽ ഇതാ ഈ ചങ്കിലേക്ക് നിന്നെ ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ നീയാണ് എന്റെ ദൈവമെന്ന് ചക്രവർത്തി രാത്രിയുടെ യാമങ്ങൾ ഇതാ വിളിച്ചു പറയുകയാ. ചക്രവർത്തി പറയുകയാ. 3 കാര്യങ്ങൾ ദൈവത്തെ ഇളക്കുകയാ, ദൈവത്തെ ചലിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യമാണ് 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. ഈ 4 യാമങ്ങൾ കടന്നു പോകണം. ഈ രാത്രിയുടെ യാമം എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നമാ. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരൊക്കെ ഉണ്ടാകാം രാജകൊട്ടാരത്തിൽ? ഈ കരം താഴരുതെന്നാണ് പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത്. ഈ കരത്തെ താങ്ങിക്കൊണ്ട് രാജകൊട്ടാരത്തിൽ അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെല്ലാം ചക്രവർത്തിയുടെ കരം താഴാതെ ഈ ചക്രവർത്തിയോട് ചേർന്ന് പുരോഹിതൻ പറഞ്ഞ ആ വാക്കുകൾ ഏറ്റു പറയുന്നുണ്ട്. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. ഒരു തവണയല്ല, 1000കണക്കിന് പ്രാവശ്യം പറഞ്ഞു. വിശ്വാസത്തോടെ പറഞ്ഞു. ദൈവവചനമാ പുരോഹിതന്റെ വചസ്സുകൾ ദൈവത്തിന്റെ വചസ്സുകളെങ്കിൽ ഈ വാക്കുകൾ വിശ്വസിച്ചു, ആവർത്തിച്ച് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾക്കൊരു ശക്തിയുണ്ട്, ആ വാക്കുകൾക്കൊരു ബലമുണ്ട്. ചക്രവർത്തി വീണ്ടും പറഞ്ഞു, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. ഒന്ന് പറഞ്ഞ മക്കളെ, നീ എൻ്റെ സങ്കേതവും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. അതേ പ്രിയപ്പെട്ടവര്, ആ രാജസോസുല പുരോഹിതന്റെ വാക്കുകൾ ദൈവത്തിന്റെ വചനമായി മാറിയെങ്കിൽ അത് തന്നെ ചക്രവർത്തി എത്തി പറയുന്നത്. പ്രഭാതം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും ഉറങ്ങിയിട്ടില്ല. തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തെ പ്രജകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരായുധമില്ലാതെ കർത്താവിന്റെ വചനമാകുന്ന ആ വാളെടുത്ത് ആ രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ ജനത്തിനു വേണ്ടി പടപൊരുതിയ അലക്സാണ്ടർ ചക്രവർത്തി പ്രഭാതത്തിൽ കണ്ട കാഴ്ച എന്താ പ്രിയപ്പെട്ടവരെ? ചരിത്രം ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാ. ആ രാത്രിയിൽ ദൈവം ഇടപെട്ടു. ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു?
ദൈവം ഇടപെട്ടു പ്രിയപ്പെട്ടവരെ. ആ രാത്രി ദൈവം ഇടപെട്ടു. എന്താ സംഭവിക്കുന്നത്? ദൈവം എങ്ങനെ ഇടപെടുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ആ വലിയ ശക്തി കാരണം കാലം തെറ്റി. മൂടൽമഞ്ഞ്, ഘോരമഞ്ഞ് വന്നു. അതിശൈത്യമുണ്ടായി. നെപ്പോളിയന്റെ ഫ്രഞ്ച് സൈന്യത്തിന് ഈ റഷ്യയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ ആൾനാശമുണ്ടായി തിരിച്ചുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം? പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റൂ. അത് പ്രിയപ്പെട്ടവര്, ഈ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളോ ഏത് പ്രതിസന്ധിയിലാണോ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ദൈവത്തിന്റെ വചനമെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനമെടുത്ത് പ്രാർത്ഥിക്കണം. ഈ നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവമക്കളെ നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കണം. വിശുദ്ധമായി വിശുദ്ധിയോടൊരു ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ ഗാഗുൽത്തായുടെ ഈ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചുറ്റും പാളയമടിക്കും. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സങ്കീർത്തനം 34:7. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ആരുടെ ദൂതനാ? കർത്താവിന്റെ ദൂതൻ. ആർക്ക് ചുറ്റുമാ? ദൈവഭക്തരുടെ ചുറ്റും. ഞാൻ ആരാ? ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തനാ, ദൈവഭക്തയെങ്കിൽ എനിക്ക് ചുറ്റും ആരുണ്ടാകും? ഈ ദൈവത്തിന്റെ ദൂതനുണ്ടാകും. ദൈവികമായൊരു സംരക്ഷണം എനിക്കുണ്ടാകും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ സംരക്ഷണമാണ്, ദൈവികമായൊരു സംരക്ഷണമാ. നിന്റെ കുടുംബത്തൊന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നീ ആഗ്രഹിക്കണം ആ പ്രശ്നത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ദൈവികമായ സാന്നിധ്യം. നീ കർത്താവിൽ വിശ്വസിച്ച വ്യക്തിയല്ലേ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയല്ലേ, നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടാകണം. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഈ ഒരു സംരക്ഷണം നിനക്കുണ്ടാകേണ്ടതുണ്ട്. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ.